ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കുകയാണ്. ഇലയുടെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് വേണ്ടത് ഒരു ഗ്ലാസ് നൈസ് പത്തിരിപ്പൊടി എടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഒരു നുള്ളുപ്പും കൂടെ ഇടണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് നല്ലോണം കുതിർത്ത് എടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലോണം കൈകൊണ്ട് കുഴയ്ക്കുക. ചൂടാറിയിട്ട് നല്ലോണം കൈകൊണ്ട് കുഴയ്ക്കുക. അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ചേർക്കുക. ഇതിൽ ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് ചക്ക വരട്ടിയതുണ്ടായിരുന്നു. ഈ ചക്ക വരട്ടീൻ്റെ കുമ്പിളപ്പം ഞാൻ ഇട്ടതാണ്, ഒരു വീഡിയോ ഇട്ടതാണ് ചക്ക വരട്ടിയതെടുത്തിട്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് കൂട്ടി കുഴയ്ക്കുകയാണ്. നന്നായിട്ട് കൂട്ടിയിട്ട് കുഴയ്ക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ: ഒരു മുറി തേങ്ങ, അതിലേക്ക് ഒരു സ്പൂണ് ജീരകം പൊടിച്ചത് ഇടുകയാണ്. ഒരു 5-6 ഏലക്കായ പൊടിച്ചത്, 5-6 5-6 കുരു, അതിൻ്റെ ഏലക്കായൻ്റെ വലിയ കുരു എടുത്തിട്ട് അതിൻ്റെ നിന്ന് പൊളിച്ചത്, അതിൻ്റെ ഇതാണത് പൊടിച്ചത്. പിന്നെ ഒരു 3 അണി ശർക്കര പൊടിച്ചത്. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. പൊടി നന്നാക്കി കുഴച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കിട്ടണം. നന്നായി കുഴച്ചിട്ട് അതൊന്ന് കുറച്ചെടുത്തിട്ട് കുറച്ചെടുത്ത് ഇലയിൽ മെഴുക്ക് തേക്കുക. മെഴുക്ക് തേച്ചിട്ട് എണ്ണ, വെളിച്ചെണ്ണ ആയാലും മതി, എണ്ണ ആയാലും മതി, നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് പരത്തി ഒക്കെ നിറച്ച് വെച്ചതാണ്. ഇതിൻ്റെ നടുവിലേക്ക് കോരി വെക്കുക. ഇങ്ങനെ മടക്കുക. നന്നായി മടക്കിയിട്ട് 2 ഭാഗവും നീളം വരുന്ന ഇല അങ്ങനെ മടക്കി കൂട്ടി കൊടുത്താൽ മതി. ഇത് ഞാൻ ചെയ്യുന്നത് ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിലാണ്. തട്ടിലിങ്ങനെ വെച്ച് കൊടുക്കുക, ആവിയിൽ വേവിക്കുക. മേലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് ആവിയിൽ ഇങ്ങനെ വേവിച്ചാൽ. പിന്നെ ഇതിൻ്റെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. വെന്ത് കിട്ടണമെന്നുള്ളത് ഞാൻ ഈ കുക്കറിൽ വെക്കുകയാണ്. കുക്കറിൽ വെക്കട്ടെ. അടച്ചു. അടിപൊളി ഇലയട റെഡിയായി. ഇത് 4 മണിക്ക് ചായക്ക് കൂട്ടാനും നമുക്ക് ഇനിയിപ്പോൾ എപ്പോഴാണ് സൗകര്യം വെച്ചാൽ ചൂടാറിക്കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കാം. ഒരു ദിവസമൊക്കെ വെക്കാം ഫ്രിഡ്ജിൽ. നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാനും എല്ലാം. തേങ്ങ ഇട്ടത് കൊണ്ട് കുറേ ദിവസമൊന്നും വെക്കാൻ കഴിയില്ല. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടയാണ് ഉണ്ടാക്കിയത്. ഒന്ന് തുറന്ന് നോക്കട്ടെ.
അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ കുറച്ച് ചക്ക വരട്ടിയതും കൂടെ കൂട്ടിയിട്ടുണ്ട്. അന്ന് ഞാൻ കുമ്പളപ്പം ഇട്ടുണ്ടായിരുന്നു ചക്ക വരട്ടി കൊണ്ട് മാത്രമായിട്ട്. അപ്പോൾ കുറച്ച് ഇതിലും കൂടെ ചേർത്തു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ചെയ്യണേ.